തലവര മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പദ്ധതിയാണ് അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അഹമ്മദാബാദിനും മുംബൈക്കും ഇടയിലാണ് വരാൻ പോകുന്നത്. ജാപ്പനീസ് സാങ്കേതിക വിദ്യയിലാണ് ബുള്ളറ്റ് ട്രെയിൻ സഞ്ചരിക്കുക. ജപ്പാന്റെ സാമ്പത്തിക സഹായവും ഈ പദ്ധതിക്കുണ്ട്. 320 കിലോമീറ്റർ ദൂരത്തിലാണ് അഹമ്മദാബാദ് മുംബൈ ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ സാങ്കേതിക വിദ്യ സങ്കീർണവും മികച്ചതുമാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയർമാർക്ക് മതിയായ വൈദഗ്ധ്യം ലഭിക്കേണ്ടതുണ്ട്. 20 വർഷമൊക്കെ എടുത്താണ് പല രാജ്യങ്ങളും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത്. കോവിഡ് കാലത്ത് നിയന്ത്രണങ്ങൾ നിലനിന്നിട്ടും പദ്ധതിയുടെ 320 കിലോമീറ്റർ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നിർമ്മിച്ചതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അഹമ്മദാബാദ് മുംബൈ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതിന് കാരണം പദ്ധതി പ്രവർത്തികളുടെ വേഗതയാണ്. അതിവേഗമാണ് ഈ പദ്ധതി പുരോഗമിക്കുന്നത്. മഹാരാഷ്ട്രയിലെ താനെയിൽ കടലിനടിയിലൂടെയുള്ള തുരങ്കത്തിന്റെ നിർമ്മാണം തുടരുകയാണ്. 8 നദികൾക്ക് മുകളിലൂടെയുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. യാത്രക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ബുള്ളറ്റ് ട്രെയിനിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്, സാധാരണ ചെയർ കാർ എന്നിങ്ങനെ 2 ക്ലാസുകൾ ഉണ്ടാകും. സുരക്ഷ കണക്കിലെടുത്ത് എലവേറ്റഡ് ട്രാക്കുകൾക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ വയാഡക്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി 4-5 നഗരങ്ങളിലെ സമ്പദ് വ്യവസ്ഥയെ ഒരു സംയോജിത സമ്പദ് വ്യവസ്ഥയാക്കാൻ സഹായിക്കും. 2022 പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി 2026-ലോ 27-ലോ പൂർത്തിയാകാനുള്ള സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നത്. ഗർഡറുകൾ ഉയർത്താൻ ആവശ്യമായ വലിയ ക്രെയിൻ ആദ്യം ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത് ഇന്ത്യയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും റെയിൽവേ മന്ത്രി അറിയിക്കുന്നുണ്ട്. പദ്ധതിക്ക് ഗുജറാത്തും മഹാരാഷ്ട്രയും 5000 കോടി വീതം നൽകേണ്ടതുണ്ട്. ബാക്കി തുക ജപ്പാനിൽ നിന്നും 0.1% പലിശയ്ക്ക് വായ്പയായിട്ടാണ് റെയിൽവേ സ്വീകരിക്കുന്നത്. പദ്ധതിക്കായി നവി മുംബൈയിൽ 394 മീറ്റർ നീളമുള്ള തുരങ്കത്തിനുള്ള ഖനനം പൂർത്തിയായതായി NHSRCL അറിയിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ ജില്ലകളിലാണ് ജോലികൾ കഴിഞ്ഞ ഏപ്രിലിൽ ആരംഭിച്ചത്. മഹാരാഷ്ട്ര ഗുജറാത്ത് അതിർത്തിയിലെ ശിൽഫത മുതൽ സരോലി ഗ്രാമം വരെ നീളുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പാക്കേജ് C3യുടെ ഭാഗമായിട്ടാണ് പ്രവൃത്തി പുരോഗമിച്ചത്. ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയിൽ ആകെ 24 നദീപാലങ്ങളുണ്ട്. ഇതിൽ 20 പാലങ്ങൾ ഗുജറാത്തിലും 4 മഹാരാഷ്ട്രയിലുമാണ്. ഗുജറാത്തിലെ ദാദർ നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. ബറൂച്ചിനും വഡോദര ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനുകൾക്കും ഇടയിലാണ് ഈ പാലം. 120 മീറ്റർ നീളമുള്ളതാണ് ദാദർ നദിയിൽ പൂർത്തിയായിട്ടുള്ള ഈ പാലം. 40 മീറ്റർ വീതമുള്ള 3 ഫുൾ സ്പാൻ ഗർഡറുകളാണ് പാലത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. തൂണുകളുടെ ഉയരം 16 മീറ്റർ മുതൽ 20 മീറ്റർ വരെയാണ്. വൃത്താകൃതിയിലുള്ള 4 തൂണുകളിലാണ് പാലമുള്ളത്. 4 മീറ്ററും 5 മീറ്ററും വ്യാസമുണ്ട് ഈ തൂണുകൾക്ക്.